കൊണ്ട് ഞാൻ തോറ്റു. ഞാൻ സാത്താൻ പിള്ളാക്കി. 40 കൊല്ലമായി ഞാൻ ഈ കേസ് നടത്തുന്നു. പക്ഷെ ഈ തലമുറയെ കൊണ്ട് ഞാൻ തോറ്റു. എന്റെ അമ്മേ. ആരാ അത്? സാത്താൻ പിള്ള വക്കീലോ? കഴിഞ്ഞാണ് എന്റെ പറമ്പില് കപ്പ മുഴുവൻ കട്ടോണ്ട് നീയല്ലേടാ. ഇരിക്കവിടെ. കോടതി ലക്ഷ്യത്തിന് ഞാൻ നിന്നെ അകത്താക്കും. പ്രതിഭാഗം വക്കീലാരാ? ഞാൻ വാദിക്കാം യുവറാണ്. ആ മാറിയാമയോ? നീ വന്ന സ്ഥിതിക്ക് നീതി കിട്ടും. പറഞ്ഞു. യുവറാണ്, സാത്താൻ പറയുന്നത് പകുതി സത്യമാണ്. ഇവർ ഫോൺ നോക്കും, പക്ഷെ ബാക്കി പകുതികൾ ഷീളയെ വിസ്തരിക്കാൻ അനുവാദം ചോദിക്കുന്നു. അനുവാദം തന്നിരിക്കുന്നു. എന്താണ് എന്റെ പേര്? എന്റെ പേര് ജസ്ലൈൻ. അതുപോലെ ഞാനൊരു ഫോൺ അഡിക്റ്റ്. എനിക്കൊരു നല്ല ചുറ്റുപാടില്ല, എനിക്ക് കൂട്ടുകാരില്ല, എന്നെ തെറ്റാൻ ആരുമില്ലായിരുന്നു. ഒരു അപകടം വന്നപ്പോൾ ഈശ്വരാണ് എന്നെ രക്ഷിച്ചത്. അതുകൊണ്ട് എനിക്കെതിരെയുള്ള എന്റെ ഗോലിയാത്തിനെതിരെ ഞാൻ ജയിച്ചു. ഫോൺ മാറ്റിവെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നെ കണ്ടോ എല്ലാവരും പഠിക്കണം. കണ്ടു പഠിക്കാൻ സാധാരണ വെള്ളപ്പോൾ നിന്ന് നന്നായി കൂടെ. എന്റെ പേര് ബിനോയ്. ഞാൻ +1 3 സബ്ജക്റ്റ് തോറ്റവനാണ്. നീ ഒന്നിനും കൊള്ളില്ല എന്ന് എല്ലാവരും പറഞ്ഞു. എന്റെ ഗോലിയാത്ത് പരാജയ ഭയം. പക്ഷേ ഞാൻ തീരുമാനിച്ചിട്ട് തുടങ്ങി. ദിവസം 10 മിനിറ്റ്. +2 റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 92% മാർക്ക് കിട്ടി. ദൈവം എന്റെ ഫൈറ്റേ തോൽപ്പിച്ചു. ഒബ്ജക്ഷൻ. ഇതിന് തെളിയില്ല. അവൻ കോപ്പി അടിച്ചതാവും. സാത്താമ്പിൾ ഒന്നുകൂടെ ഉണ്ടെങ്കിൽ ചുറ്റിയോണ്ട് നിന്റെ തല ഞാൻ കോപ്പി അടിച്ചു നോക്കും. ഇരിക്കവിടെ. ഇവരോട് തെളിവുകൾ കേട്ടല്ലോ. ഇനി എന്റെ ഫൈനൽ സ്റ്റേറ്റ്മെന്റ്. ഇവർ വീണു, പക്ഷേ ദൈവത്തോടൊപ്പം എഴുന്നേറ്റു. ഇവർ കുറ്റക്കാരല്ല, പോരാളികളാണ്. കേസ് തള്ളിക്കളയണം. സാത്താമ്പിളെ, നിന്റെ കേസ് തള്ളിക്കളഞ്ഞിരിക്കുന്നു. കാരണം നീ പറഞ്ഞവർ ഫോൺ നോക്കുന്നെന്ന്. ശരിയാ, പക്ഷെ നീ കണ്ടില്ല അവർ ദൈവത്തിൽ തിരിച്ചു വന്നത്. നീ പറഞ്ഞവർ ഉറങ്ങുന്നെന്ന്. പക്ഷെ നീ കണ്ടില്ല അവർ ദൈവത്തെ സ്വപ്നം കണ്ടുകൊണ്ടാണ് ഉറങ്ങുന്നതെന്ന്. ഇവരുടെ ഗോലിയാത്ത് മാർക്ക്, മൊബൈൽ ഫോൺ, പേടി. പക്ഷെ ഇവരുടെ കയ്യിൽ 5 കല്ലുണ്ട്. ഇവരുടെ ഈ ഗോലിയാത്തിനെ നേരിടാൻ ശക്തിയുള്ള 5 കല്ലുകൾ. 1 പ്രാർത്ഥന, 2 ബൈബിൾ, 3 കൂട്ടായ്മ, 4 വിശ്വാസം, 5 ധൈര്യം. ഇത് മതി ഏത് ഗോലിയാത്തിനെയും വീഴ്ത്താം. ബിജു പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ സാധാരണയെ നിനക്കൊരു ലാസ്റ്റ് ചാൻസ്. നീ പിള്ളേരോട് മാപ്പ് ചോദിച്ചു, അല്ലെങ്കിൽ വീണ്ടും നരകത്തിലോട്ട് പറഞ്ഞയക്കും. എന്റെ ഭർത്താവേ.